എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൺഡേ വ്ളോഗാട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സൺഡേസിൽ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരു 11:30-12 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തിയ ടൈം എന്ന് പറയുന്നത് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഫാമിലീസിനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നവർ ഓരോരുത്തരും ഓരോ ഭാഗത്തു നിന്നൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നവർ പിന്നെ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഹൗസ് ബോട്ടിലേക്ക് കയറുന്നതിൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് അല്പം പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ കുഞ്ഞുമായിട്ട് ഞാൻ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു അകത്തേക്ക്. അപ്പോൾ അകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ ഒരു ഫാമിലിയും കൂടെ വരാനുണ്ടായിരുന്നു, തിരുവല്ലയിൽ നിന്ന് വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ മുകളിലൊക്കെ പോയി. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് പിന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹൗസ് ബോട്ട് ട്രിപ്പ് രണ്ടാമതായിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിന് മുന്നേ എൻ്റെ അടുത്താണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അനിയത്തിയുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്പം എല്ലാവരും കൂടെ വന്നതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ പിന്നെ ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എടുക്കുന്ന ടൈം കുറച്ച് നേരം നമ്മൾ ആ ഒരു കയറി വരുന്ന സ്ഥലത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് നന്നായിട്ട് കറക്കിക്കുക. അപ്പോൾ അവളത് കേട്ടപാടെ അതൊക്കെ അങ്ങ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാം വന്നിട്ട് എല്ലാവരും കൂടെ വന്നതിന് ശേഷം മുകളിലേക്ക് പോയി കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ഉണ്ണിയുടെ ഫ്രണ്ടിന് വിരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഫാമിലി ഫുള്ള് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അവർ വരുന്നത് കൊണ്ട് നമ്മളൊരു കേക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ആട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിരുന്ന് പരിപാടിയാണല്ലോ. അപ്പോൾ അവരെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹൗസ് ബോട്ട് യാത്ര അങ്ങനെ അങ്ങ് തുടങ്ങുമായിരുന്നു കേട്ടോ. പുതുമോടിക്ക് വിഷസ് എല്ലാം അറിയിച്ചതിന് ശേഷം പിന്നെ അവർ ഫ്രണ്ട്സ് ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ വരാനായിട്ട് പിന്നെ കുറച്ച് ലേറ്റ് ആയത് കാരണം നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്കിനൊക്കെ മുന്നേ നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് പിന്നെ എല്ലാവരും അതെല്ലാം കുടിച്ച് കുറച്ച് നേരം മുകളിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ബോട്ട് കുറച്ച് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ചെറിയ കാറ്റും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ മുകളിൽ നിന്ന് ഇരുന്നിട്ട് ഭയങ്കര ചൂടായിട്ട് പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. താഴെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കാറ്റ് ഉള്ളതുപോലെ തോന്നി കേട്ടോ. നല്ല ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് ചൂട് നല്ലതുപോലെ അകത്തിരുന്നിട്ട് നല്ല രീതിയിൽ ചൂട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹൗസ് ബോട്ട് കുറച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പം ഇതുപോലെ കാറ്റിൻ്റെ ആ ഒരു ഇതും സ്പീഡും ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ നേരം നമ്മൾ ചുറ്റും വെള്ളമായതുകൊണ്ട് കുറേ നേരം വെള്ളത്തിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുകളിൽ പിന്നെ പിള്ളേർ സെറ്റ് ഫുള്ള് പാട്ടൊക്കെ ഇട്ടിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ മുതിർന്നവരെക്കാട്ടിലും കൂടുതൽ എൻജോയ് ചെയ്തത് ഫുള്ള് കുട്ടികളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് 2-2:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പിള്ളേരൊക്കെ വിശന്നൊരു വഴിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡെല്ലാം വന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കരിമീൻ ഫ്രൈ, ചിക്കൻ, തോരൻ, മെഴുക്കുവരട്ടി, സാമ്പാർ, സാലഡ്, പച്ചമോര്, പപ്പടം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു നേരത്തെ ആദ്യം പോയിട്ടുള്ള ഹൗസ് ബോട്ട് ടൈമിൽ നമുക്ക് ഹൗസ് ബോട്ടിൽ ഫുഡിന് അത്ര ടേസ്റ്റ് എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ആ ഒരു പ്രതീക്ഷയോടെയാണ് ശരിക്കും ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഒന്നും തെറ്റാത്ത രീതിയിൽ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ വിശപ്പുള്ളത് കാരണം എല്ലാവരും കഴിച്ചു. പിന്നെ 1-2 വിഭവങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതായിരുന്നു കേട്ടോ. പിന്നെ കരിമീനൊക്കെ ആയത് കാരണം പിള്ളേർക്കെല്ലാം നമ്മൾ സെപ്പറേറ്റ് പൊളിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ തൊണ്ടയിൽ കൊടുക്കി കഴിഞ്ഞാൽ പിന്നെ പാടല്ല. അത് കാരണം പിന്നെ പിള്ളേർ സെറ്റിന് ഫുള്ള് ഞാൻ മീനെല്ലാം പൊളിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ മുള്ളാണെങ്കിൽ തന്നെ പിള്ളേരുടെ തൊണ്ടയിൽ കയറിയ നല്ല പ്രശ്നമാണ്. അത് കാരണം നമ്മൾ ശ്രദ്ധിച്ചാട്ടോ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരുറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചായയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എണീറ്റ് മുഖമെല്ലാം കഴുകി
ചോറിന് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണമായിട്ട് ഞാൻ പിന്നെ ഉറക്കമായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ചായയെല്ലാം കുടിച്ചു. എനിക്ക് പിന്നെ തിളച്ച ചായ കുടിക്കുന്ന ഇതായത് കാരണം ചായക്ക് അധികം ചൂടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് നമ്മൾ ഇറങ്ങേണ്ട ആ ഒരു ടൈം ഒരു 5 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇറങ്ങേണ്ട ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറങ്ങി തിരിഞ്ഞ് ബോട്ട് അങ്ങനെ നമ്മുടെ ഈ വള്ളംകളിയുടെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൻ്റെ ആ ഭാഗമൊക്കെ എത്തിയിട്ട് ഇത് ഞാൻ ശരിക്കും ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. നമ്മൾ ടി വിയിലൊക്കെ മാത്രമേ കാണാറുള്ളൂ വള്ളംകളി നടക്കുന്ന സമയത്ത്. അങ്ങനെ അതെല്ലാം നാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ബോട്ടടിപ്പിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കാൻ നേരം ഫുള്ള് റിസോർട്ടും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ആ സൈഡിലൊക്കെ ആ റിസോർട്ടിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഓരോരുത്തർ ഇങ്ങനെ മീനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സമയത്ത് കുട്ടികളൊക്കെയാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ചെറിയൊരു ഇത് വലയിൽ നിറച്ച് മീനും കൊണ്ട് പോകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവായിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് മീൻ പിടിക്കുക, കറി വയ്ക്കുക, കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇറങ്ങേണ്ട ആ ഒരു സ്ഥലമൊക്കെ അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് അവരടുപ്പിക്കും കേട്ടോ. ശരിക്കും നമ്മൾ പോയ സമയത്ത് ഹൗസ് ബോട്ട് ട്രിപ്പ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ആ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് യാത്ര ഏകദേശം ഫിനിഷ് ചെയ്യാറൊക്കെ ആയിട്ടോ. അപ്പോൾ തീരാറായ സമയത്ത് പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് സമയം പോയതുപോലെയായിരുന്നു കേട്ടോ തോന്നിയത്. നമ്മളെ കയറാൻ ലേറ്റ് ആയതുകൊണ്ടാണോന്ന് അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ എല്ലാവരും ഓരോരോ വഴിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര ഇത്രയുള്ള